പല വാക്യങ്ങളുണ്ട്. ലൂക്കോസ് 9:23 വായിച്ചാൽ, ലൂക്കോസ് 9:23. ലൂക്കാൻ നൗക്കത്തേസ്. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്നെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ യഥാർത്ഥ സത്യവചനം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുത്തൻ എന്നെ പിൻപറ്റുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താനെ ത്യജിക്കണം, നാൾ തോറും എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. നമുക്ക് അല്പനേരം യേശുവിൻ്റെ രക്തം ജയത്തിലൊന്ന് ആശ്രയിക്കാൻ. കാരണം ശത്രു സത്യത്തെ മറയ്ക്കാൻ ഇടയാകരുത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. സത്യം എന്താണ്? നാം കർത്താവിൻ്റെ പിന്നാലെ വന്നാൽ നമ്മെ തന്നെ ത്യജിച്ച് നാൾ തോറും ക്രൂശ് എടുക്കണം. ഈ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീടില്ലാതിരിക്കണം എന്നുള്ളതല്ല. ചിലർ വിചാരിക്കും പണമുള്ളവരെല്ലാം ദ്രവ്യാഗ്രഹം, പണമില്ല പാവപ്പെട്ടവരെല്ലാം എന്നാലും. ഞാൻ പറയും, ഏറ്റവും പാവപ്പെട്ട റോഡിൽ കിടക്കുന്നവൻ്റെയോടും അവൻ്റെ ഹൃദയത്തിലും ദ്രവ്യാഗ്രഹം എത്രമാത്രം ഉണ്ടെന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. പാവപ്പെട്ടവനായതുകൊണ്ട് ദ്രവ്യാഗ്രഹമില്ലെന്ന് ആരും വിചാരിക്കരുത്. അവൻ്റെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്നത്. ഒരു 10 രൂപ അവൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്ന് കൊടുത്തു നോക്ക്, അന്നേരം അറിയാം എത്രമാത്രമൊന്നും. അതുകൊണ്ട് സമ്പത്തുകൾ ഇല്ലാത്തവരെല്ലാം വിശുദ്ധന്മാരാണെന്ന് ചിന്തിച്ചു പോയാലും വലിയ തെറ്റാണ്. സമ്പത്തുകൾ ഉള്ളവരെല്ലാം ദ്രവ്യാഗ്രഹമാണെന്ന് പറഞ്ഞാലും വലിയ തെറ്റാണ്. നിങ്ങൾക്ക് നല്ല നല്ല ഭവനം ഉണ്ടായിരിക്കും, നല്ല കാറുണ്ടായിരിക്കും. ഞാൻ പറയുന്ന എല്ലാ വിശ്വാസികളും പട്ടിണി പാവങ്ങളെ പോലെ ജീവിക്കണമെന്നല്ല. എന്നാൽ സമ്പത്തുകളുടെ മേൽ നമ്മുടെ മനസ്സിരിക്കാതെ അതിനെ ത്യജിച്ചവരായിരിക്കണം. ഏറ്റവും ചെറ്റക്കുടിൽ പാർക്കുന്നവരും ത്യജിച്ചവനായി. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നല്ലോ, ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും കർത്താവിൻ്റെ സാക്ഷി. ഇപ്പം നിങ്ങൾക്ക് വാഹനത്തിന് യാത്ര ചെയ്യാൻ വാഹനം വേണം. കർത്താവ് നീ എനിക്ക് തന്ന വാഹനത്തിനായി സ്തോത്രം. കാറാണെങ്കിലും മോട്ടോർ സൈക്കിളായി സ്തോത്രം, അത് ഉപയോഗിച്ചു. എന്നാൽ അതിനുള്ള അറ്റാച്ച്മെന്റ്, ഒരു ദിവസം മോട്ടോർ സൈക്കിൾ ഇല്ലെങ്കിൽ, മോട്ടോർ സൈക്കിൾ കേടായെങ്കിൽ ഞാൻ ഇന്ന് പോകത്തില്ല. കർത്താവ് മോട്ടോർ സൈക്കിൾ കേടാ, എൻ്റെ 11ാം നമ്പർ വണ്ടി ഉപയോഗിച്ച് ഞാൻ പൊയ്ക്കോളാം. 11ാം നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. മോട്ടോർ സൈക്കിൾ ഒരു ദിവസം കേടായി, മോട്ടോർ സൈക്കിൾ ഇരിക്കട്ടെ, മോട്ടോർ സൈക്കിൾ കേടായി ഒരു വഴി വെച്ച് ഞാൻ 11ാം നമ്പർ സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. ആ അനുഭവത്തിലായിരിക്കണം. കാർ കർത്താവ് തന്നെ, കാർ കൊണ്ട് ദൂരെ യാത്ര ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അല്ല, കാർ മറ്റുള്ളവരെ കാണിക്കാനല്ല, കർത്താവിനെ ഏൽപ്പിച്ചതെല്ലാം കർത്താവ്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർക്ക് ഒരു ഹെലികോപ്റ്റർ ഉണ്ടെങ്കിലും അത് പാപമല്ല. എന്നാൽ ഹെലികോപ്റ്റർ പോകുന്നിടത്ത് ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ പാപമായി തീരും. ജെറ്റ് പ്ലെയിൻ ഉണ്ട്, ജെറ്റ് പ്ലെയിൻ ഉണ്ടെങ്കിൽ പാപമല്ല. എന്നാൽ ജെറ്റ് പോകുന്നിടത്ത് ഞാൻ പോകുന്നെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല. അപ്പോൾ ഈ ലോകത്തിലുള്ള സാധനങ്ങളുടെ മേൽ നമ്മുടെ അറ്റാച്ച്മെന്റ്, അതിനെ ത്യജിക്കുന്നവരായിരിക്കണം. ഇപ്പം ഒരു ജെറ്റ് പ്ലെയിൻ ഉണ്ട്, ജെറ്റ് പ്ലെയിൻ ആക്സിഡന്റ് ആയെങ്കിൽ സ്വത്രം, അതവിടെ കിടക്കട്ടെ, കാളവണ്ടിയെ കയറിപ്പോ, അല്ലെങ്കിൽ നടന്നു പോകും, സ്വത്രം. ഞങ്ങൾക്കൊരു വാനുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ ജമ്മുവിനകത്ത് അഖനൂർ അവിടെ ഒരു ഭാഗത്ത് പാകിസ്ഥാൻ്റെ ബോർഡറിൽ മീറ്റിങ്ങിന് വേണ്ടി ക്രമീകരിച്ചു. മീറ്റിങ്ങിന് വേണ്ടി ക്രമീകരിച്ച ഒരു സ്ഥലമല്ല, ഞങ്ങൾ ഗ്രൗണ്ടെല്ലാം ഒരുക്കി മീറ്റിംഗ് എല്ലാം. ഇതവിടെ മീറ്റിംഗ് തുടങ്ങാനാണ് ഞങ്ങൾ അവിടെ മൈക്കെല്ലാം കിട്ടാൻ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ അവിടുത്തെ ഒരു ജാതിയുണ്ട്, ടൈഗർ, BJPയുടെ കൂട്ടത്തിലുള്ള ഒരു പാർട്ടിക്കാരാ, ബജരംഗ് ദൾ. അവരെല്ലാം കൂടി അവിടെ യോഗം നടത്താൻ ഒക്കുകയില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ അവിടുന്ന് ഓടിച്ചു. ഞങ്ങൾ അവിടുന്ന് 1 കിലോമീറ്റർ പുറകെ വന്നപ്പം ഞങ്ങൾക്കൊരു അല്പം കർത്താവിലേക്ക് ഒരു അനുഭാവിയുള്ള ഒരു കർത്താവിൻ്റെ ഒരാളെ കിട്ടി. അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടിൽ മരത്തിൽ സ്പീക്കറെല്ലാം വെച്ച് ഞാൻ മുഴുവൻ സുവിശേഷവും പ്രസംഗിച്ചു. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മലയാളിയായ ഒരു കർത്താവിൻ്റെ ദാസൻ ആ സമയത്ത് ഞങ്ങളുടെ വിസിറ്റിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്തെങ്കിലും പ്രസംഗിച്ചോ? ഞാനാണ് വണ്ടി ഓടിച്ചതും. അപ്പം ഞാനൊരു ഹാഫ് ഷർട്ട് ഇട്ടായിരുന്നു ഇത് ചെയ്യുന്നത്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ
500 പേര് ബഹളമായിട്ട് ഓടി വന്നു മൈക്കെല്ലാം പിടിച്ചു ഒരിച്ചു. അപ്പോഴത്തേക്ക് അദ്ദേഹത്തെ പറയലുണ്ട് മനസ്സിലായി അല്ല. അപ്പം അവർ ചോദിക്കുന്നത് എന്നെയാണ് അവർ നോക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ മുൻപോട്ട് വന്നപ്പോഴത്തേക്ക് അവരെല്ലാം കൂടി ഞങ്ങളുടെ വാനുണ്ടായിരുന്നു. വാന് 4 വശത്തും കൂടി അതിന് തീ വയ്ക്കാനായിട്ട് ശ്രമിച്ചു. കണ്ണാടിയൊക്കെ തള്ളിപ്പൊടിച്ചു. അപ്പം എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന വേറൊരു സഹോദരനുണ്ടായിരുന്നു, സലീം എന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് പറഞ്ഞു വണ്ടിക്ക് തീ വയ്ക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്തോത്രം, ഹിന്ദിയിൽ പറഞ്ഞു പ്രഭുക്ക ധന്യവാദോ എന്ന് പറഞ്ഞു. രണ്ടാമത് വന്നൊരു വണ്ടിക്ക് ഒരു തീ വയ്ക്കുന്നു. മൂന്നാമത് എൻ്റെ ഷോൾ എൻ്റെ ഈ കൈയെ കുലുക്കിക്കൊണ്ട് പറഞ്ഞു തീ വയ്ക്കും. ഞാൻ പറഞ്ഞു തീ വയ്ക്കുന്ന ദൈവത്തിന് സ്തോത്രം പറയാൻ പറഞ്ഞു. അവര് ഒരുപാട് മാച്ചസ് എല്ലാം ഉരച്ച് നോക്കിനേക്കും തീ പിടിച്ചില്ല. ആരംഭക്കാർ പഠിച്ചു. ഒടുവിൽ പിന്നെ അവരെല്ലാം കൂടെ ഞങ്ങളുടെ മൈക്ക് സെറ്റും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി, ടേപ്പ് റെക്കോർഡ് എല്ലാം എടുത്തുകൊണ്ട് പോയി എല്ലാം ഏകദേശം 1.5 മണിക്കൂർ, രാത്രി 1:30 മണി വരെ ഞങ്ങളെ അവിടെ അവരെ വകഞ്ഞു വെച്ചുകൊണ്ടിരുന്നു. 1:30 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ചൊക്കെ അല്പമൊക്കെ കിട്ടി. കുറച്ച് നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് 1:30 മണി കഴിഞ്ഞപ്പോൾ ഉണ്ട് അവരെല്ലാം കൂടെ കൊണ്ടുപോയതെല്ലാം തിരിച്ചു കൊണ്ടുവന്നു രാത്രി തന്നെ. ഞങ്ങൾ പോരുവാനുണ്ടായി. ഞാൻ പറഞ്ഞപ്പോൾ കണ്ണാടിയൊക്കെ വിടിച്ചെങ്കിലും നമുക്ക് അന്നേരം അല്പം പോലും ഒരു ഭാരവും ഉണ്ടായില്ല. അതുപോലെ ഡൽഹിയിൽ ഞങ്ങൾ യോഗം നടത്തിക്കൊണ്ടിരിക്കുക. എന്നിപ്പം യോഗമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ RSSകാരെല്ലാം ഇളകി വന്നപ്പോൾ ഞങ്ങളൊരു സഹോദരിയുടെ വീട്ടിൽ 3-ാം നിലയിലാണ്. ജോസഫ് ഇവിടെ ഉണ്ടെങ്കിൽ ജോസഫ് സഹോദരൻ്റെ വീട്ടിൽ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ വീട്ടിൻ്റെ 3-ാം നിലയിലാണ്. തിരുവത്താഴമുണ്ട്. രാത്രി 11 മണിയായി. അവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടി തിരുവത്താഴം വയ്ക്കും. അപ്പോഴത്തേക്ക് ആ ജോസഫിൻ്റെ മദർ വന്ന് പറഞ്ഞു നമുക്ക് ഈ വണ്ടി തീയരിക്കണം. ഞാൻ പറഞ്ഞു ആ വണ്ടിയുടെ നോട്ടക്കാരനായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അവനെ കൂടി വിളിക്കാൻ പറഞ്ഞു. വണ്ടി അവരുടെ കയ്യിലിരിക്കട്ടെ, നമുക്ക് പോയി തിരുവത്താഴം നടത്തിച്ചു വരാമെന്ന് പറഞ്ഞു. വണ്ടി അവിടെ കിടപ്പുണ്ട്. ഞങ്ങളെല്ലാവരും പോയി തിരുവത്താഴം കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ വണ്ടിക്കൊരു കുഴപ്പവുമില്ല, അവർക്കൊന്നും ചെയ്യാനൊത്തില്ല. അപ്പം വണ്ടിമേൽ എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വണ്ടിയെ അവിടെ നിൽക്കും. ഞാൻ ഈ 2 ഉദാഹരണം പറഞ്ഞത്, നമ്മൾക്ക് വല്ല കാറോ വണ്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വല്ല ആക്രമിക്കാൻ വന്നാൽ ഉടനെ പോലീസിനെ ഒന്നും വിളിക്കാൻ പോകാതെ ദൂതന്മാരെ വേണേ നോക്കിക്കോണം, ഞാൻ പോവുക. ദൂതന്മാരോട് നിനക്ക് വേണേ നോക്കിക്കോ, ഞങ്ങൾ പോവുക. അങ്ങനെയുള്ള അറ്റാച്ച്മെന്റേ ആകാവും. വീട് തീരിക്കാൻ വന്നാൽ എന്തെല്ലാം ഞങ്ങൾക്ക് എങ്ങനെ എത്ര കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇട്ട് തീരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് താമസിക്കുന്ന വീട്. ഒരു പ്രാവശ്യം ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളുമാണ് കിസ്തുവാളിൽ. അവിടെ വലിയ ബഹളമുണ്ടായി. ജമ്മു കാശ്മീരിൽ വലിയ ബഹളമുണ്ടായി. ആളുകളെല്ലാം ഇളകി വന്നു. ഞങ്ങളൊരു ഇതപ്പം എൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്നെ അടിച്ചു. കസേര എടുത്തുകൊണ്ട് അവയ്ക്ക് അടിക്കുന്നതിന്. അപ്പം ഫിന്നി ചെറിയ പയ്യനാ, അവനിങ്ങനെ കണ്ണ് തുറന്നു നോക്കും, അടിക്കാൻ വരുന്നതാണ്. ഇപ്പോഴത്തെ ബൈക്കുമായിരുന്നു. ഒടുവിൽ ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം പോകണം. അപ്പം ഞാൻ അവിടെ ഒരു ഹിന്ദുക്കളൊരാൾ രക്ഷിക്കപ്പെട്ടായിരുന്നു. ഒരു വലിയൊരു കല്ലെടുത്ത് തലയിൽ നിട്ടപ്പോൾ ആ പണ്ഡിത ബ്രാഹ്മണന്റെ തലയിൽ താഴെ വീണ തല മുഴുവനും പൊട്ടി, തലച്ചോറെല്ലാം വെളിയിലായി. അവന് അവിടെ തന്നെ മരിച്ചുപോയി. ഞങ്ങൾക്ക് അവൻ്റെ ശരീരം പോലും കാണാൻ കഴിഞ്ഞില്ല. അത് ഞങ്ങളെല്ലാം കൂടെ താമസിക്കുന്ന വീട്ടിൽ വാടകയ്ക്ക് വേണ്ടി താമസിച്ച് വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കച്ചിയും മറ്റൊരിടത്തുകൊണ്ട് വന്ന. അപ്പം വീട് കീഴെ അടുത്ത ജമ്മു കാശ്മീർ ഐസ് സ്നോഫാളുണ്ട്, കീഴെ വിറവൊക്കെ വയ്ക്കാന്ന് അവിടെ ഇട്ട് തീയരിക്കണമെന്ന് പറഞ്ഞ് ഓടി വന്നു. തീയയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കളക്ടറും മറ്റവരെല്ലാം കൂടെ വന്നു. ഉടനെ ഞങ്ങൾ പറഞ്ഞു സ്തോത്രം, ഞങ്ങളെ ആരും വെളിയിൽ വിടത്തില്ല, എല്ലാവരും കൂടി ജീവനോടെ തീയരിക്കാനാണ്. ഉടനെ ഞങ്ങൾ മേളിൽ നിൽക്കുക. അവർ പിന്നെ കളക്ടറും അവരെല്ലാം കൂടെ പറഞ്ഞു നിങ്ങൾ നാളെ ഇവിടുന്ന് പോകാമെന്നുണ്ടെങ്കിൽ 4 മണിക്ക് ഇവിടുന്ന് പോകാമെന്നുണ്ടെങ്കിൽ ഇവരെ തീയരിക്കാതെ വിട്ടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവഹിതമാണെങ്കിൽ പോകാം. അവിടെയും കർത്താവ് തീയരിപ്പിക്കുക, തീ കത്തിച്ചെങ്കിലും ജയിപ്പിക്കാതെ കർത്താവ് ഞങ്ങളെ അവിടുന്ന് രക്ഷിപ്പാനിടയായി. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നാം വെപ്രാളപ്പെട്ടു പോയാൽ സാത്താൻ അതിന് ജയിക്കാനിടയാകും. അപ്പൊ നമ്മൾക്കുള്ളത് ത്യജിക്കുവാനുള്ള മനസ്സ് ഇല്ലെങ്കിൽ സത്യത്തിനനുസരണമായിട്ടല്ല നാം പോകുന്നത്. ഇത് ത്യജിക്കണമെന്നിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് കുറച്ച് കിട്ടണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമാകുമോ? സത്യം എന്താണ്? നമുക്കുള്ളത് ത്യജിക്കണം. അതാണല്ലോ സത്യം. 9:21 വീണ്ടും വായിച്ചാട്ടെ. ലൂക്കോസ് അനുപനിച്ചാൽ നാൾതോറും എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഭവിക്കട്ടെ. ഇനി മത്തായിയുടെ സുവിശേഷം 7:13-14 വായിച്ചാട്ടെ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും
പര്യടനമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്. ഇടുക്കമുള്ള വാതിൽ കൂടെ ഞെരുക്കമുള്ള വഴിയിൽ കൂടാണ് നമ്മൾ പോകേണ്ടത്. അതാണ് സത്യം. ഇനി മത്തായിയുടെ സുവിശേഷം 10:37-38 വായിച്ചാട്ടെ. എന്നേക്കാളധികമായി അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ഇവിടെ നാം വായിക്കുന്നത്, നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം നമുക്ക് വല്ലതും ഭൗതികമായി കിട്ടുവാനല്ല, കർത്താവ് നമുക്ക് ആവശ്യമുള്ളത് കർത്താവിന്റെ ഇത് പ്രകാരം തരുന്നത് മതി എന്നുള്ള നിലയിൽ പോകേണ്ടതിന് പകരം മറ്റുള്ള ജനങ്ങളെ നോക്കി അവർക്ക് ഓരോന്നോരോന്ന് കിട്ടുന്നത് കണ്ട് നമ്മളും കർത്താവിനോട് ഓരോന്ന് ചോദിച്ചു വാങ്ങാൻ തുടങ്ങിയാൽ അത് സത്യത്തിന്റെ മാർഗമല്ല. ഇന്ന് ദൈവസഭയ്ക്ക് അങ്ങനെയുള്ളതായ ചില തോൽവികൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മളെ വിട്ടുമാറുകയാണ്. ദൈവസഭയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം നാം മഹത്വം എടുക്കുക, വ്യാജത്തിന് സ്ഥലം കൊടുക്കുക, സത്യത്തിന് പകരം നാം എന്താ ചെയ്യേണ്ടതിന് പകരം അതിന് പകരം നാം ഭൗതിക കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ പോയാൽ ഉടനെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ കുറയും തോറും സാത്താൻ അകത്ത് കിടക്കും. ഈ കാര്യങ്ങളിൽ നാം ജയിക്കണം. ഇനിയും